പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിൽ വയോജന ദിനാഘോഷം നടത്തി. പ്രശസ്ത സാഹിത്യകാരൻ ശില്പി പള്ളിപ്പുറം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AN ഉണ്ണികൃഷ്ണൻ, സുബോധ ഷാജി, രാധിക സതീഷ്, PK ബാലകൃഷ്ണൻ, KK നാരായണദാസ്, റോസി ടീച്ചർ, ബിന്ദു പോൾ എന്നിവർ സംസാരിച്ചു. ഒക്ടോബർ 1 നമ്മളതൊന്ന് മാറ്റിപ്പിടിക്കും. ചില ദിവസങ്ങളിൽ അടുത്ത ദിവസം അവധി ഉണ്ടെങ്കിൽ, കാരണം അറിയാം നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ നല്ല തിരക്കുള്ള ഒരു മെമ്പറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ബ്ലോക്കിലോ പഞ്ചായത്തിലോ ഇരിക്കുമ്പോൾ നല്ല പണിയുണ്ട്. എന്നെ ഇപ്പോൾ നിങ്ങൾ കാണാത്തതിൻ്റെ കാര്യം അതാണ്. ഗ്രാമസഭക്കൊക്കെ എനിക്ക് ഈ ഗ്രാമസഭക്ക് എത്താൻ പറ്റില്ല. ബ്ലോക്ക് പഞ്ചായത്തിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഞാൻ. പദ്ധതി ഉണ്ടാക്കാനും അതിൻ്റെ പുറകിടക്കാനും അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാനും ഒരുപാട് പണിയുണ്ട്. അതുകൊണ്ടാണ് രാവിലെ ഇന്ന് പഞ്ചായത്തിൽ പോകണ്ട, എന്നാലും പണിയുണ്ട്. ഇവിടെ പോയേക്കാണ്, അവിടെ ക്ലീനിങ്ങിൻ്റെ കാര്യമൊക്കെ ഇട്ട് ഹരിതകർമ്മസേനയായിട്ട് അവിടെ പോയേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്തെങ്കിലും പരിപാടികളിൽ നിങ്ങളെ കാണാൻ എനിക്ക് സാധിക്കാത്തത്. അത് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്കൊക്കെ കിടക്കാം അല്ലേ. വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ട് ഇല്ലേ. പണ്ട് കാലത്ത് നമുക്ക് ഇതിലും കൂടുതൽ ജോലിയായിരുന്നു. എന്തൊക്കെ ചെയ്യണം പണ്ട് കാലത്ത്? അരിയിടിക്കണം, അരക്കണം, തുണി അലക്കണം. ഇതിനൊക്കെ ഇപ്പൊ ആരാ ഉള്ളത്? മെഷീനുണ്ട്, എല്ലാം അവര് ചെയ്തോളും. പിന്നെ ഇവര് പുരുഷജനങ്ങൾ നമ്മളോട് പറയും ഇതിനൊക്കെ എന്താണ് പണി എന്ന് ചോദിക്കും. വീട്ടില് നിങ്ങൾക്ക് എന്താ പണി? വീട്ടില് അവര് പണിക്ക് പോയി വരുമ്പോ കാശ് കൊണ്ടുവരുമല്ലോ. നമുക്ക് കാശില്ല, നമ്മൾ കാശില്ലാത്ത പണിയെടുക്കണം. അവരുടെ കാശിന് വില ഉണ്ടായിരുന്നു, നമ്മൾ കാശില്ലാത്ത പണിയെടുക്കും. അപ്പൊ നമുക്ക് എന്താ പണി? നമ്മൾ വെളുപ്പിന് 5 മണിക്ക് എണീറ്റ് രാത്രി 11 മണി വരെ പണിയെടുക്കുകയാണ്. ആ പണിക്ക് വില ഉണ്ടായില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് കുറച്ച് റെസ്റ്റൊക്കെയാണ്. കാരണം ആ റെസ്റ്റ് വന്നപ്പോൾ മെഷീനുകൾ പണിയെടുത്തപ്പോ നമുക്ക് വേറെ കാര്യങ്ങൾ വന്നു അല്ലേ, രോഗങ്ങൾ വന്നു നമുക്ക്. അന്ന് നമ്മൾ പണിയെടുക്കുമ്പോൾ നമുക്ക് അത്ര ഷുഗറും പ്രഷറൊന്നും നമുക്ക് അറിയാൻ പോലും പാടില്ല എന്ന കാലമാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് കൂട്ടായിട്ട് ഇവരൊക്കെ വന്നു. ഇല്ലാത്തൊരു ഭാഗ്യവാന്മാർ എന്ന് തന്നെ പറയാം. കാരണം പ്രഷറിനൊക്കെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് ഉപേക്ഷിക്കാൻ പറ്റില്ല, നിർത്താൻ പറ്റില്ല. അതില്ലാതെ ഇരിക്കുന്നവര് ഭാഗ്യവാന്മാർ എന്ന് തന്നെ പറയാം. പിന്നെ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ഇല്ലേ നമ്മുടെ വീട്ടില്, അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അവരെ നോക്കാൻ സമയമുണ്ടോ? ആരെ നോക്കണം? നമ്മളാണ് നോക്കണം അല്ലേ. അപ്പൊ നിങ്ങളോട് എനിക്കൊരു വാക്ക് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി ഇനി നമ്മൾ അവരുടെ മക്കളെ നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അവരെ ഒന്ന് ശ്രദ്ധിച്ചു പോകേണ്ട കാര്യമുണ്ട്. ആ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരെ ഒന്ന് ശ്രദ്ധിക്കണം. അവരുടെ ബാഗൊക്കെ ഒന്ന് അവർ കാണാതെ ഒന്ന് നോക്കണം, എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്ന്. കാലം വല്ലാത്തതായിപ്പോയി. നമുക്ക് പുതുതലമുറയെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകണം. ആണും പെണ്ണും ഒക്കെ കണക്കാണ്. പുള്ളിക്ക് ഇവിടെ സംബന്ധിക്കാൻ പറ്റിയില്ല. എങ്കിലും ഇന്നലെ രാത്രി വരെ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം ഈ വയോജന ഗർഭിനോട് പുള്ളിക്ക് അഗാധമായ സ്നേഹമുണ്ട്. കാരണം നമ്മൾ ഒരു കൂട്ടായ്മയിലുണ്ടാക്കിയതാണ്. അപ്പം അതിൻ്റെ അകത്തൊരു വലിയ ഭാഗം വഹിച്ച ഒരാളാണ് ഉണ്ണികൃഷ്ണൻ. അപ്പം ഉണ്ണികൃഷ്ണൻ നമ്മുടെ ഈ വയോജന ക്ലബിൻ്റെ അംഗമാണ്. ഈ വയോജന ക്ലബിൽ തന്നെയുള്ള ആളാണ്. അപ്പുറത്തൊരു വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ അവിടെ ഒരു വയോജന ക്ലബുണ്ട്. അപ്പോൾ പുള്ളി അതിൻ്റെ അകത്ത് സംബന്ധിക്കണം. അപ്പോൾ അവിടെ ഇന്നലെയായിട്ട് കഴിഞ്ഞ് അവിടുത്തെ പരിപാടി അത് കഴിഞ്ഞാണ് ഇവിടെ വന്നത്. അപ്പോൾ ഈ വയോജന ക്ലബിൻ്റെ എല്ലാ പുരോഗതിക്കും നമ്മളോടൊപ്പം നിന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ. അവിടുത്തെ വാർഡും അപ്പുറത്തെ വാർഡ് 17-ാം വാർഡിലെ വാർഡ് മെമ്പറാണ്. അദ്ദേഹത്തിന് 2 വാക്ക് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ക്ഷണിക്കുന്നു. അതൊരു വേദി സന്നിധരായിട്ടുള്ള നമ്മുടെ ബാലചേട്ടൻ, മൂസേട്ടൻ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബോധ ചേച്ചി, പഞ്ചായത്തിൻ്റെ ചെയർപേഴ്സൺ രാധിക സതീഷ്, ഇവിടെ എത്തിച്ചേർന്നുള്ള സഹോദരങ്ങളെ, ബാലചേട്ടൻ പറഞ്ഞ് 2 വാക്ക് പറഞ്ഞത് കണ്ടിട്ടുള്ളൂ. 2 വാക്കിൽ കൂടാൻ പാടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. മാഷ് പറയാറുണ്ട്. അപ്പൊ 2 വാക്കേ പറയുള്ളൂ. എന്തായാലും നമുക്ക് ഞാൻ ശ്രമിച്ചു നോക്കാൻ 2 വാക്കിൽ അവസാനിപ്പിക്കാൻ പറ്റും.
പറഞ്ഞ പോലെ ഇന്നലെ 17-ാം വാർഡിൽ ഇന്നലെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടിയാണ് അവിടെ എപ്പോഴും പ്ലാൻ ചെയ്യാറ്. ഇന്നലെ ഞങ്ങൾ വളരെ നല്ല ആഘോഷകരമായിട്ടൊക്കെ ഞങ്ങൾ കുറെ കാര്യങ്ങൾ നടത്തി. അല്ലെങ്കിൽ ഇവിടെ നടക്കുന്നത് പോലുള്ള ഒരു കൂട്ടായ്മ നമുക്ക് അവിടെ ഉണ്ടാവാറില്ല. അത് അവിടുത്തെ ഒരു പ്രത്യേകത കൊണ്ടാണ്. അത് ഇരിക്കട്ടെ. എന്തായാലും നമ്മൾ ഈ ഇവിടുത്തെ കൂട്ടായ്മ ഇതിന്റെ തുടക്കം മുതലേ ഞാനിവിടെ ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാനിവിടെ വന്ന് പോകുന്നത്. അതുകൊണ്ടാണ് രാധിക പറഞ്ഞില്ല പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് പോകുന്നത്. അപ്പൊ വരാതിരിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ അതാണ് വന്നത്. എന്തായാലും നമ്മുടെ ഈ വയോജനങ്ങളെന്ന് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇന്നലെ ഞങ്ങൾ അവിടെ ഒരു സിസ്റ്ററെ വിളിച്ച് ക്ലാസ് എടുക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വയോജനങ്ങൾ പറയാൻ ഇഷ്ടപ്പെടുന്നത് ഇല്ല എന്നുള്ളതാണ്. ഏതായാലും അങ്ങനെ തന്നെ ആവട്ടെ. കാരണം നമ്മൾ 4 തരത്തിലായിട്ടാണ് നമ്മുടെ കാരണന്മാരെയൊക്കെ തരംതിരിച്ചിട്ടുള്ളത്. 60 വയസ്സ് മുതൽ 65 വയസ്സ് വരെ വയോജനങ്ങൾ അല്ലെങ്കിൽ കാരണന്മാരെന്ന് പറയാം. അതിൽ 65 മുതൽ 75 വരെ വേറൊരു തരത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ 75 മുതൽ 85 വരെ വേറൊരു തരത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ 4 ഘടകങ്ങളായിട്ടാണ് നമ്മുടെ ഈ കാരണന്മാരെ വേർതിരിച്ചിട്ടുള്ളത്. അങ്ങനെ വേർതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പൊ പലപ്പോഴും പലവരും പറയും, എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ പറയുമ്പോഴും പറയും നടക്കാൻ പാടില്ല, അസുഖമാണ് എന്നുള്ള ഒരു വർത്തമാനങ്ങൾ എപ്പോഴും നമ്മുടെ കാരണന്മാരുടെ ഭാഗത്ത് ഉണ്ടാവാറുണ്ട്. ആ ഒരു തോന്നലുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതിരിക്കാനുള്ള വലിയ ശ്രമമാണ് നമ്മളുടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ നമ്മൾ എല്ലാ മാസവും അംഗനവാടികളിലൂടെ നമ്മൾ നടപ്പിലാക്കുന്നത്. ആശംസകളും ഇതൊക്കെ കഴിഞ്ഞാണ് ഒരു ഉദ്ഘാടനം മാഷാണ് നടത്തേണ്ടത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഒരു പരിപാടി ആരംഭിക്കാൻ കാരണം മാഷ സൗഹാർദ്ദ സൗകര്യം അനുസരിച്ച് വരയ്ക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ മാഷപ്പ് എത്തിയിട്ടുണ്ട്. നമ്മളെ സാഹിത്യ അക്കാദമിയൊക്കെ ഇന്ന് ഇതൊക്കെ നേടിയിട്ടുള്ളതാണ് മാഷ്. അത് മാത്രവുമല്ല, നമ്മുടെ ഈ വയോജന കൂട്ടായ്മയുടെ ആദ്യത്തെ പരിപാടിയിലും മാഷ് പങ്കെടുത്തിട്ടുള്ളതാണ്. രണ്ടാമത്തെ ഒരെണ്ണത്തിലും കൂടി പങ്കെടുത്തിട്ടുണ്ട്. 2003 പരിപാടിയിൽ മാഷ് പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ മാഷെ തന്നെ ക്ഷണിക്കണമെന്ന് നമുക്ക് അതിയായ താല്പര്യമുണ്ടായിരുന്നു. മാഷോട് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി മാഷ് സംസാരിക്കും. മാഷ സ്വാഗതം ചെയ്യുന്നു. സന്നിഹിതനായിട്ടുള്ള നമ്മളെല്ലാം ഏറ്റവും പ്രിയങ്കരനായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ശ്രീ കൃഷ്ണൻ, അതുപോലെ തന്നെ സുബോധ ഷാജി, രാധിക സുരേഷ്, എൻ്റെ ഉത്തമ സുഹൃത്ത് ശ്രീ നാരായണദാസ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് വലിയ മഹത്വമേറിയ ഒരു ദിവസമാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം, യുഗപ്രഭാവനായ ഗാന്ധിജി പിറന്നു വീണ ധന്യമായ ദിവസം ഇന്നാണ്, ഒക്ടോബർ 2. അപ്പോൾ ആ ദിനം കൊണ്ടാടുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വയോജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ആദരിക്കുകയും അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ്. എനിക്ക് തോന്നുന്നു രാധിക ഇന്ന് വയ്ക്കാൻ കാരണം ഇന്നലെ എല്ലായിടത്തും ഇതുപോലുള്ള ആഘോഷങ്ങളുടെ ഒരു ബഹളമായിരുന്നു. അപ്പൊ അതിൽ മുങ്ങിപ്പോകേണ്ടത് എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇന്ന് കുറച്ചുകൂടി സ്വസ്ഥമായിട്ട് ഇന്നത്തെ ദിവസം ആക്കിയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നന്നായി. മിക്കവാറും ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയും ധാരാളം പേര് വരും. അപ്പോ ഞാൻ ആദ്യം എൻ്റെ സുഹൃത്ത് നാരായണദാസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. വയസ്സ് എത്രയായെന്ന് അത്ര നിശ്ചയമില്ലെങ്കിലും ഒരു 80-82 വയസ്സ് നാരായണദാസിനുണ്ടാവും. ഞങ്ങൾ ഒരുമിച്ച് ചെറായി വി സഭ ഹൈസ്കൂളിൽ, സഹോദരന്മാരില്ല, വി സഭ ഹൈസ്കൂളിൽ പഠിച്ച ആളുകളാണ്.
ഞങ്ങൾ പഠിക്കുമ്പോൾ ആ വിദ്യാലയത്തിന്റെ പേര് വിൽവി സഭ ജ്ഞാനവർദ്ധിനി സഭ ഹൈസ്കൂൾ എന്നായിരുന്നു. പിന്നീടാണത് പേര് മാറി SMHS ഒക്കെ ആയത്. അപ്പൊ ആ കാലത്ത് ഞാൻ മുനമ്പത്ത് നിന്ന് ഇങ്ങനെ പഠിക്കാൻ വന്നു, നടന്നു വന്ന് ഇവിടെ 8ാം ക്ലാസ്സിൽ ചേർന്നത് മുതൽ വളരെ നിതാന്തനായ ഒരു സുഹൃത്തായിരുന്നു നാരായണദാസ്. നാരായണദാസ് നന്നായിട്ട് നാടകങ്ങളിൽ അഭിനയിച്ചിരുന്ന ആളാണെന്ന് ഞങ്ങൾ ഒരുമിച്ച് തന്നെ വിദ്യാലയത്തിൽ പല നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം പള്ളിപ്പുറം ജനത ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള നാടകത്തിൽ ഞാൻ പ്രധാന വേഷം, നാരായണദാസ് വളരെ പ്രധാനപ്പെട്ട വേഷമാണ് അതിൽ അഭിനയിച്ചിരുന്നത് എന്നൊക്കെ ഞാൻ വളരെ അഭിമാനപൂർവ്വം ഓർക്കുകയാണ്. ആ രൂപം തന്നെ, ആ നാടകത്തിലേക്ക് കണ്ട രൂപം തന്നെ എന്റെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടുന്നത് എന്നേ ഉള്ളൂ. അതുപോലെ നന്നായിട്ട് കഥ എഴുതുന്ന ആളായിരുന്നു, നന്നായിട്ട് കഥ എഴുതും. ഇപ്പൊ ഞങ്ങളുടെ കൈയെഴുത്ത് മാസിക, അന്ന് ഇപ്പൊ കുട്ടികൾക്ക് ധാരാളം കൈയെഴുത്ത് മാസികകളൊക്കെ ഉണ്ട്, അമ്മമാർക്കും അറിയാം. പക്ഷെ അന്ന് കൈയെഴുത്ത് മാസിക എന്നൊക്കെ പറഞ്ഞ് വളരെ വിരളമായിരുന്നു. അന്ന് ഞങ്ങൾ താല്പര്യപൂർവ്വം, ഞാനുണ്ട്, CK ഗോപി മരിച്ചുപോയി ഞങ്ങളുടെ സുഹൃത്ത്, PA തമ്പി മരിച്ചുപോയി ഞങ്ങളുടെ സുഹൃത്തായിരുന്നു, നാരായണദാസൊക്കെ കൂടി ഞങ്ങളൊരു നല്ല കൈയെഴുത്ത് മാസിക നടത്തിയിരുന്നു. ചിലമ്പൊലി എന്നായിരുന്നു അതിന്റെ പേര്. ആ മാസികയിൽ നന്നായിട്ട് തന്നെയാണ് നല്ല ചിത്രങ്ങളൊക്കെ അവർക്ക്, കുട്ടികളുടെ ചിത്രം ഉണ്ടാവും. സീരി മാഷക്കാരന് വര പഠിക്കുന്ന കാരണമാണ്. സീരി മാഷ് എറണാകുളത്ത് പോയി വര പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ കൊണ്ട് ഞങ്ങൾ ഈ കഥയ്ക്കൊക്കെ ഇല്ലസ്ട്രേഷൻ ചിത്രങ്ങൾ വരപ്പിക്കും. അപ്പൊ അങ്ങനെ ഒരു തവണ 10ാം ക്ലാസ്സിലാണെന്നാണ് എന്റെ ഓർമ്മ വന്നപ്പോൾ ഞങ്ങളുടെ മാസികയിൽ കുട്ടികളൊക്കെ കഥ എഴുതുന്നുണ്ടത്, ഞാൻ എഴുതും. അതേപോലെ കഴിവുള്ള കുട്ടികളൊക്കെ കഥകളും കവിതകളും ലേഖനങ്ങളും ചിത്രങ്ങളും ഒക്കെ എഴുതും, വരക്കും. ആ കൂട്ടത്തിൽ ഈ ഇരിക്കുന്ന ദാസൻ എന്ന് വിളിക്കുന്ന നാരായണദാസ് എഴുതിയത് കഥ എന്തായിരുന്നു അറിയാമോ? നാരായണദാസ് എന്റെ കയ്യിൽ എഴുതി തന്ന കഥയുടെ പേര് പഞ്ചീസ് കളിക്കാരൻ എന്നായിരുന്നു. പഞ്ചീസ് കളിക്കാരൻ. അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടാവും. ഞാൻ പറയുന്ന കഥയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥ പറയുകയല്ല, ഒരു സംഭവം പറയേണ്ട കാര്യമാണ്. ഇനി നിങ്ങൾക്ക് എവിടെ നിന്നത് കേൾക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഈ നാരായണദാസ് എഴുതിക്കൊണ്ടുവന്ന കഥയുടെ പേര് പഞ്ചീസ് കളിക്കാരൻ. അപ്പൊ ഈ പടിഞ്ഞാറ് വശം പഞ്ചീസ് കളി ഉണ്ട്, അന്ന് അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ കണ്ടിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് നാരായണദാസൻ പഞ്ചീസ് കളിക്കാരൻ എന്ന് കഥ എഴുതിയത്. അപ്പൊ ഞാൻ പത്രാധിപതി ഞാനാണ്, അതിന്റെ മാസികയുടെ പത്രാധിപതി ഞാനാണ്. ഞാൻ വായിച്ചപ്പോൾ നല്ല കഥ നന്നായിട്ട് നാരായണദാസ് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഒരു പണി ചെയ്യാം, ഇതിന്റെ പേര് ഈ പഞ്ചീസ് കളിക്കാരനെന്ന് കൊടുക്കണ്ട, അതിൽ പ്രധാന കഥാപാത്രത്തിന്റെ പേര് മാണികൃഷ്ണൻ എന്നാണ്. മാണികൃഷ്ണൻ ആ പേരിടാമെന്ന് പറഞ്ഞു. കൊള്ളാം, ദാസന് സന്തോഷമായി, ഞങ്ങളുടെ മറ്റാളുകൾക്കൊക്കെ സന്തോഷമായി. അങ്ങനെ കഥയൊക്കെ ചേർത്ത് ചിത്രം വരച്ചു. ചിത്രം വരച്ചത് ഈ തൊട്ട് കിഴക്കുവശം നമ്മുടെ സരോജിനി ടീച്ചറുടെ ഭർത്താവ് സുഗുചേട്ടനെ ഓർക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാരെങ്കിലും, ആ സുഗുട്ട് ചേട്ടന്റെ വളരെ ബന്ധത്തിൽപ്പെട്ട ഒരു സിത്താർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. സിത്താർ ഇവർക്ക് അറിഞ്ഞുകൂടാ. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം വരക്കാൻ അന്ന് അരിവാൾ ചുറ്റിയ നക്ഷത്രം നക്ഷത്രം വന്നിട്ടില്ല. അരിവാള് നെൽക്കതിരും വരക്കാൻ അതിവിദഗ്ധനായിരുന്ന ആളാണ്. സിത്താർ എന്നാണ് വിളിച്ചിരുന്നത്, പേര് വേറെ എന്തുവാണ്, സിത്താർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വീടി തെർക്കലുണ്ട്, കലയുണ്ട്, ഇത് രണ്ടും കൂടി കൊണ്ടുപോയിരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹമാണ് ഞങ്ങൾ ചിത്രം വരക്കാൻ ഏൽപ്പിച്ചത്. അപ്പൊ ഈ കഥയ്ക്ക് അദ്ദേഹം ഒരു ചിത്രം വരച്ചു. മാണികൃഷ്ണൻ എന്നല്ല, ആ കഥക്ക് ഒപ്പിച്ച് ഒരു മാണികൃഷ്ണൻ്റെത് പോലുള്ള ഒരു ചിത്രം വരച്ചു. ചിത്രം വരച്ചത് അയാൾ ജനീകം ഓണപ്പതിപ്പിൽ വന്ന ഒരു ചിത്രം നോക്കിയിട്ട് വരച്ചതാണ്. അങ്ങനെ ആ കഥയോടുകൂടി ഇത് പ്രസിദ്ധീകരിച്ചു. അപ്പൊ ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ ബാബു ആണെന്നാണ് എൻ്റെ ഓർമ്മ, 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നുണ്ട്. ബാബു ഈ മാസിക ഇടയ്ക്ക് വീടുകളിൽ കൊണ്ടുപോയി വായിക്കാൻ കൊടുക്കും. കൊണ്ടുപോയ കൂട്ടത്തിൽ
ഇതിങ്ങനെ കൈമാറി കൈമാറി പടിഞ്ഞാറെത്തി ഈ സ്ഥലത്ത് യഥാർത്ഥത്തിലുള്ള കഥ നടന്ന സ്ഥലത്ത് ഈ മസ്ജിദാണ്. കഥ വായിച്ച ആളുകൾ എന്താണ് ആദ്യം കണ്ടെത്തിയെന്നറിയാമോ? നമ്മുടെ അമ്മായച്ഛനെ ആക്ഷേപിക്കാൻ, നമ്മുടെ അച്ഛനെ ആക്ഷേപിക്കാൻ ഈ ദാസൻ കഥ എഴുതി, മനഃപൂർവ്വം കഥ എഴുതിയതാണ്. അതുകൊണ്ട് വെറുതെ വിടാൻ പറ്റില്ല. വലിയ പ്രശ്നമായി. നീണ്ടൂരുള്ള മരുമകനെയും മകളെയെല്ലാം വരുത്തി ഒരു സംഘം ആളുകൾ ഇങ്ങനെ വന്നിട്ട് അന്ന് ഹൈസ്കൂളിന്റെ മുന്നിൽ നിൽക്കുകയാണ്. എന്നിട്ട് 4 മണി തികയുമ്പോ അകത്തേക്ക് കയറണം, ദാസിനെ കടന്നു പിടിക്കണം, ഇടിക്കണം. അതിനുവേണ്ടിയാണ് ഒരു ഗുണ്ടകളെ പോലെ വന്നിരിക്കുകയാണ്. അല്ലാതെ ചെറിയ കുട്ടികളൊന്നും വന്ന തമാശ ഉണ്ടാക്കാനല്ല. ദാസ് പേടിച്ച് അകത്ത് നിൽക്കും. സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഞങ്ങൾ പറയും അവിടെ ഇരുന്നാൽ മതി. അങ്ങനെ വന്നവര് ഹെഡ്മാസ്റ്ററായിട്ട് സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ പറഞ്ഞ യുക്തിയൊക്കെ പറഞ്ഞെങ്കിലും അവര് സ്വീകരിച്ചില്ല. അവർക്ക് നാരായണദാസിനെ തല്ലണം, ഇതിന് പകരമായിട്ട് വലിയ സംഖ്യ ഞങ്ങൾക്ക് കിട്ടണം എന്നൊക്കെ ആയിരുന്നു അവകാശവാദം. അങ്ങനെ ഇരിക്കുന്ന ഈ തർക്കം നടക്കുന്നതിനിടയിൽ ഞങ്ങൾ ഹിന്ദി പഠിപ്പിച്ചിരുന്നത് ഒരു ശിവൻ സാറാണ്. പറവൂരിൽ നിന്ന് വന്നിരുന്ന ശിവൻ സാർ, നല്ല വായനക്കാരനും ഇതിനോ ഈ കുട്ടികളുടെ കഥയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, ഇവൻ എന്ത് കഥ എഴുതിയെന്നാണ്? നിങ്ങളുടെ അമ്മായച്ഛനെ കുറിച്ച് കഥ എഴുതിയെന്നാണ് പറയുന്നത്. അതെ, അവൻ മനഃപൂർവ്വം അത് ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അത് അച്ഛന്റെ പേര് മാണി എന്നാണ്, പേര് കൃഷ്ണൻ എന്നാണ്. അപ്പൊ അത് ആ പേരിന് സാമ്യമുണ്ട് അല്ലേ? അത്രേ ഉള്ളൂ. അല്ല, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും പഞ്ചസ്യകളും എല്ലാം കൃത്യമായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ദാസൻ, ഈ നാരായണദാസ് കഥ എഴുതിയിരിക്കുന്നത് ഈ കഥ കണ്ടു. മാണികൃഷ്ണനുള്ള ആ പേരിന്റെ അടുത്ത് ഒരു ചിത്രം കണ്ടില്ലേ? ഈ ചിത്രത്തിലുള്ള മാണികൃഷ്ണനെ പറ്റിയാണ് അയാൾ കഥ എഴുതിയിരിക്കുന്നത്. ഇതാണോ നിങ്ങളുടെ അമ്മായച്ഛൻ? ഇതാണോ നിങ്ങളുടെ അമ്മായച്ഛൻ എന്ന് ശിവൻ സാറ് ചോദിച്ചു. അവരുടെ നാവടങ്ങി. പിന്നെ അവർക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അതിലുണ്ടായിരുന്നത് മുൻഷി പരമപിള്ള എന്നു പേരായ അന്നത്തെ അറിയപ്പെടുന്ന സാഹിത്യകാരന്റെ രൂപം നോക്കിയാണ് സിത്താർ എന്ന് വരച്ചത്. അങ്ങനെ ദാസന് തല്ലിഞ്ഞിരിക്കാൻ വന്ന ആളുകൾ പതുക്കെ മുരണ്ടുകൊണ്ടൊക്കെയാണ് പോയത്. എങ്കിലും കുറച്ചു ദിവസമൊക്കെ ചില ഭീഷണി ഉണ്ടായതല്ലാതെ അത് അവിടെ വെച്ച് തീർന്നുപോയി. അതിനെ നമ്മൾ മറക്കരുതേ, അക്ഷരമാദ്യം ചൊല്ലിത്തന്നിടും അധ്യാപകനെ മറക്കരുതേ, അമ്മയും അച്ഛനും അധ്യാപകനും മണ്ണിൽ നമ്മുടെ ദൈവങ്ങൾ. ദൈവത്തെ നമ്മൾ ആരും കണ്ടിട്ടില്ല, ഒരാളും കണ്ടിട്ടില്ല. കണ്ടെന്നൊക്കെ പറഞ്ഞാൽ നുണയാണ്. ആ കണ്ടിട്ടുള്ള അച്ഛനും അമ്മയും നമ്മുടെ അമ്മ. ദൈവം വന്ന് മുന്നിൽ നിൽക്കുകയാണ്. നമ്മുടെ അച്ഛൻ മെലിഞ്ഞ ശുഷ്കിച്ചൊളിഞ്ഞ ആളായിരിക്കും, പക്ഷെ ദൈവം, അവിടെ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയണം. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ചിന്തയും വളർച്ചയും ജീവിതവും എല്ലാം. പക്ഷെ ഇപ്പൊ അതിനൊക്കെ ഒരു താളം തെറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ അവർക്ക് വിലയില്ല എന്ന് തോന്നുന്നു. തൃശ്ശൂരിൽ ഒരമ്മ, ഞാൻ ഒരുപക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ടാകാം, ഞാൻ എൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. കുറച്ചു നാൾ മുമ്പാണ് മരിച്ചത്. വലിയ സമ്പന്ന കുടുംബത്തില് അയ്യരുമാരാണ്, പട്ടര്. ആ കുടുംബത്തിലെ 11 മക്കളുണ്ടായിരുന്നു. ആ 11 മക്കൾ അച്ഛൻ നേരത്തെ മരിച്ചുപോയി. സമ്പത്തൊക്കെ ഉള്ള ആളുകളായിരുന്നു. മക്കളെല്ലാം നന്നായിട്ട് പഠിപ്പിച്ച്, പഠിക്കാൻ മിടുക്കന്മാരായിരുന്നു. എല്ലാവരും പഠിച്ച് എഞ്ചിനീയർ, ഡോക്ടർ ഒക്കെ അല്ലാതെ, അതുപോലെ റെയിൽവേ എല്ലാ വലിയ ഉദ്യോഗസ്ഥർ, ഇതൊക്കെ അല്ലാതെ വേറെ ആരുമില്ല. 10 മക്കൾ. ഒരു മകൻ മാനസിക രോഗിയായിരുന്നു. എന്തോ മിടുക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ താളം തെറ്റി, എങ്ങനെയോ ഒരു താളം തെറ്റിപ്പോയി, മാനസിക രോഗിയായിപ്പോയി. എന്ത് ചെയ്യും? മക്കളെല്ലാം നല്ല സുന്ദരമായ AC വീടുകളിലാക്കി താമസമാക്കി ഓരോരുത്തർ. അവർക്ക് സ്വന്തമായ സ്ഥലമുണ്ട്, പണം ഉണ്ട്,
പണമുള്ള വീടുകളിൽ നിന്ന് വന്ന ഭാര്യമാരുണ്ട്, എല്ലാം അങ്ങനെ സമ്പന്നമായിട്ടുണ്ട്. വീട്ടുമുറ്റത്ത് 1 2 കാറ് വീടൊക്കെ ഉണ്ട്. അങ്ങനെ കഴിയുകയാണ്. ഇതിനിടയിലാണ് ഒരു മകൻ, ആ തലക്ക് സ്ഥിരമില്ലാത്ത മകൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. മറ്റുള്ളവർ ഒരുപക്ഷെ ഇഷ്ടക്കേട് കാണിച്ചത് കൊണ്ടാവാം പോയിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു കയറിയില്ല. തൃശ്ശൂരിലെ റൗണ്ടിന് ചുറ്റുമുള്ള പീഡിയ തിണ്ണകളിൽ രാത്രി കിടന്നുറങ്ങും. അമ്മ ഒരാഴ്ചയോളം ആ മകനെ കുറിച്ച് ചിന്തിച്ചു. എൻ്റെ മകൻ എൻ്റെ കൂടെ ഇല്ലല്ലോ, എൻ്റെ മക്കളെല്ലാം AC മുറിയിൽ കിടന്നുറങ്ങുകയാണല്ലോ, അമ്മ വേറെ എങ്ങും പോകരുത്, അമ്മ ഞങ്ങളുടെ അടുത്തുണ്ടാവണമെന്ന് പറഞ്ഞ് മക്കൾ എല്ലാവരും അമ്മയെ പിടിച്ചു വലിക്കുകയാണ്. പക്ഷെ അമ്മ പറഞ്ഞെന്താണെന്ന് അറിയുമോ? എൻ്റെ മകൻ, എൻ്റെ 7ാമത്തെ മകൻ യദു പീഡികത്തിണ്ണയിൽ കിടന്നുറങ്ങുകയാണ്. എൻ്റെ ഒപ്പം എൻ്റെ മുലപ്പാല് കുടിച്ച് എൻ്റെ അരികിൽ കിടന്ന് പറ്റിക്കിടന്ന് ചൂടുപറ്റി കിടന്നവനാണ്. എനിക്ക് അവൻ ഉപേക്ഷിക്കാൻ സാധ്യമല്ല. ഞാൻ അവന്റെ അടുത്ത് കിടന്ന് അവന്റെ ചൂടുപറ്റിയെ ഞാൻ ഉറങ്ങും. അമ്മ ഒരു ദിവസം ഒരു സഞ്ചിയിൽ കുറച്ച് തുണിയും ബ്ലൗസും ഒക്കെ എടുത്തു വെച്ച് ഈ മകനെ പീഡിപ്പോയി. ആ മകന്റെ പിന്നാലെ 17 കൊല്ലം ആ അമ്മ പീഡികത്തിനെ ജീവിച്ചു. അതിനിടയിൽ ബന്ധുക്കളും വലിയ ആളുകളൊക്കെ കാറുമായിട്ട് വന്ന് അമ്മയെ കയറ്റിക്കൊണ്ടു വന്നു. അമ്മ പറഞ്ഞു, എൻ്റെ മകനെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങും ഇല്ല. 17 വർഷം അമ്മ നടന്നതിന് ശേഷം ആ മകൻ മരിച്ചപ്പോ അമ്മ കൂടില്ലാതായ പക്ഷിയെ പോലെ വീട്ടിലേക്ക് വന്നു. അതുവരെ ആ മകന്റെ കൂടെ. ഇതാണ് അമ്മ. അമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഏത് മാനസിക രോഗിയായാലും അവനൊന്നും തള്ളിക്കളഞ്ഞിട്ട് പോരാൻ കഴിയില്ല. അങ്ങനെയുള്ള നമ്മുടെ സ്വന്തം, ഞാനൊരു അമ്മയുടെ കഥ പറഞ്ഞുള്ളൂ, അത് അച്ഛനൊക്കെ ഇതുപോലെയുള്ള ആളുകൾ തന്നെയാണ്. സഖി മുത്തുപതിച്ചൊരു പൂത്താലി കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തുപതിച്ചൊരു പൂത്താലി, സഖി മുത്തുപതിച്ചൊരു പൂത്താലി. സഖി പൊന്നു കൊണ്ടൊരു മണിമാല കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തുപതിച്ചൊരു പൂത്താലി, സഖി മുത്തുപതിച്ചൊരു പൂത്താലി. കളിയാ
കൊടുത്തു മുത്തു